ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ചെറിയൊരു സൺഡേ മിനി വ്ളോഗാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൊറാട്ടയും പിന്നെ തലേന്നത്തെ ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അടുത്തത് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഗീ റൈസും പിന്നെ അതേപോലെ തന്നെ ബീഫ് റോസ്റ്റുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അത് പോയിട്ട് കാണണം, എൻ്റെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഫുഡൊക്കെ റെഡിയായി, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് മംസാർ ബീച്ച് വരെ ഒന്ന് പോവാമെന്ന്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് DAPയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, DAP മെട്രോ സ്റ്റേഷനിലേക്കാണ് പോയത്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് യൂണിയൻ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് 2ലാണ് കേട്ടോ നമ്മൾ വരേണ്ടത്. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ബസ് വരിക. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്ത് നിന്നിട്ടുണ്ട്. ഇവിടെ ഇതാ കുറേ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു കൗതുകത്തോടു കൂടി ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ബട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ല. ചെറിയ ഫ്ലൈറ്റൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബസ് കിട്ടിയത്. സോ C28 എന്ന് പറഞ്ഞ ബസ് നമ്പറിലാണ് നമ്മൾ കയറേണ്ടത്. സോ ഇതാ നമ്മളത് അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡയറക്റ്റ് പോകുന്നത് മംസാർ ബീച്ചിലോട്ടാണ്. ഒരു 8-9 സ്റ്റോപ്സുകൾ വരുന്നുണ്ട്. ദെൻ നമ്മളതിൽ കയറി കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് മംസാർ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത്. സോ നമുക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. സോ നമുക്ക് എൻട്രി ചാർജ് വരുന്നത് 5 AED ആണ് കേട്ടോ പെർ ഹെഡിന്. ഇതൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഇത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്ന് ബീച്ചിലോട്ട് പോവുകയാണ്. യെസ് ഗായ്സ്, നമ്മൾ ബീച്ചിലെത്തി. ഇതാണ് കേട്ടോ മംസാർ ബീച്ചിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയുന്നത് നല്ലൊരു ഈവനിങ് വൈബുള്ളൊരു ടൈമിലായിരുന്നു. സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തത്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടാവും, വീക്കെൻഡ് എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ ആർ റിയലി എൻജോയിങ് ദാറ്റ് മൊമെൻറ്റ്.
ഇവിടെ ബീച്ച് ടൈം എന്ന് പറയുന്നത് ഈവനിങ് 7 PM വരെയാണ് കേട്ടോ. ദെൻ നമുക്ക് പാർക്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാം കേട്ടോ. ബീച്ച് ടൈം ഏരിയ മാത്രമാണ് ഈ ഒരു ടൈം അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞങ്ങൾ തിരിച്ച് പാർക്കിലോട്ട് പോവാണ്. കുറേ പേര് ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ കഴിക്കുന്നവരുണ്ടായിരുന്നു, അവിടെ വെച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവിടെ പോസിബിൾ ആണ് കേട്ടോ. പാർക്കിൽ എനിക്ക് തോന്നുന്നു നൈറ്റ് വരെയൊക്കെ സ്പെൻഡ് ചെയ്യാം, നോ ഇഷ്യൂ. അപ്പോൾ നമ്മുടെ ബസ് വന്നു കേട്ടോ. C15 ആണ് ബസ് നമ്പർ. എന്നിട്ട് നമ്മൾ ദേറ സിറ്റി സെൻറ്റർ മെട്രോ സ്റ്റേഷനിൽ നേരെ TAPയിലോട്ട് ഇതാ മെട്രോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ DAP മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അറേബ്യൻ ഗ്രിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഡിന്നറിന് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു അറബിക് റൈസ് വിത്ത് പെരി പെരി ചാർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. And thanks for watching.